ഇന്ന് വിവാഹത്തിന് ശേഷം വളരെയധികം കുടുംബത്തിൽ പ്രശ്നങ്ങൾ, വഴക്കുകൾ, മാതാപിതാക്കൾ തമ്മിലും അവരുടെ കുടുംബത്തിൽ അവർ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ വിവാഹബന്ധം വേർപെടുത്തേണ്ട രീതിയിൽ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങളിൽ വിവാഹബന്ധം വേർപെടുത്തി സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതല്ലേ നല്ലത്? പ്രശ്നങ്ങൾ മാത്രമായിട്ടൊരു ജീവിതത്തിനേക്കാൾ. തീർച്ചയായും കുടുംബജീവിതം എന്ന് പറയുന്നത് കലഹവും ഭിന്നതയും കയ്യേറ്റവും ഒക്കെയാണ് എങ്കിൽ അത് കുടുംബജീവിതമല്ല. എന്താണ് വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിവാഹത്തിൻ്റെ പവിത്രതയും അതിലൂടെ ദൈവം വയ്ക്കുന്ന യഥാർത്ഥമായ രക്ഷാകര മൂല്യങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെയും കുറിച്ച് വേണ്ടത്ര അറിവോ പരിചയമോ അതുപോലെ തന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ച് വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ യുവജനങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. വിവാഹത്തിൻ്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ, മറിച്ച് ഓരോ വ്യക്തിയും തൻ്റെ തന്നെ സ്വാർത്ഥതയെയും തന്നിലെ പാപാവസ്ഥകളെയും തന്നിലെ ദുശീലങ്ങളെയും അതിജീവിക്കാൻ പരിശ്രമിക്കാത്തതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പം ഡെൽവിനെ ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മദ്യപാനം, ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം. ഇത് കുടുംബങ്ങളിലെ ഒരു പ്രധാന കലാപ കാരണമായിട്ട് മാറാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആ മദ്യപാനം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് മാറി നിൽക്കാനാണ് പരിശ്രമിക്കുന്നത്. വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാനല്ല പരിശ്രമിക്കേണ്ടത്. യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹം എന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അഭേദ്യമായൊരു ബന്ധമാണ്. അതിനിടയിൽ മൂന്നാമതൊരാള് കടന്നു വന്നു എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ ഭർത്താവിനാകാം മറ്റൊരു സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയ, ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടാകും. അത് വിവാഹ ജീവിതത്തിൽ വലിയ ഭിന്നതയ്ക്കും കലഹത്തിനും കാരണമാകും. അവിടെ യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടത് എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക്, ഈ വിവാഹമെന്ന ബന്ധത്തിനുള്ളിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വന്ന ആ വ്യക്തിയെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ കലഹം മാറ്റാനുള്ള അടിസ്ഥാനപരമായ കാരണം. ശരിക്കും വിവാഹം എന്ന കൂദാശയുടെ പവിത്രത നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവമാണ് ദമ്പതികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന ഇണയെയും തുണയെയും നൽകി എന്നാണ് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു തരുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതിയാണ് ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകുക എന്ന് പറയും. ദൈവം കണ്ടെത്തി നൽകിയാൽ അത് ഏറ്റവും അനുയോജ്യമായതിനെ ദൈവം കണ്ടെത്തി നൽകിയത്. അതുകൊണ്ട് ഇതൊരു കൂദാശയാകുമ്പോൾ ഇതിലെ ദൈവീകമായ പദ്ധതിയെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും വിവാഹ ജീവിതം കലഹത്തിലെത്തുന്നത്. ഇനി മനുഷ്യരാണ് പ്രതിസന്ധികൾ അവിചാരിതമായി അപ്രതീക്ഷിതമായി സംഭവിച്ചെന്നിരിക്കുക. ഉടനെ അത് ഡിവോഴ്സിലേക്ക് നീങ്ങുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? അത് ഉത്തരവാദപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിക്കുക, നല്ല കൗൺസിലിങ്ങുകൾക്ക് വിധേയമാകുക. ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, കപ്പിൾ കൗൺസിലിങ്, അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഓരോരുത്തരും ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കണം എവിടെയാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയത്, അതെങ്ങനെയാണ് തിരുത്താൻ സാധിക്കുക. പ്രത്യേകിച്ച് മക്കൾ ജനിച്ചു കഴിഞ്ഞ കാലമാണ് എങ്കിൽ ആ മക്കൾക്ക് വേണ്ടിയുള്ള കരുതലുകൾ എങ്ങനെ നമ്മൾ നടത്തണം തുടങ്ങിയ നിരവധിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിചിന്തനങ്ങളും അതുപോലെ ദൈവത്തോടുള്ള ആലോചന ചോദിക്കലുകളും ഈ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ കാര്യമാണ്. ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ ചെറുപ്പം മുതലേ നിങ്ങൾ പരിശീലിച്ചു തുടങ്ങണം. യുവജനങ്ങൾ എല്ലാറ്റിനും വാശി പിടിച്ച് കലഹിക്കുന്നവരായി കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ അത് തന്നെയാകും.
ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, മറക്കാൻ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ടു ഫോർഗെറ്റ് ആൻഡ് ടു ഫോർഗീവ്, ഇതൊക്കെയും വിവാഹ ജീവിതത്തെ സുന്ദരമാക്കുന്ന അടിസ്ഥാന മനോഭാവങ്ങളാണ്. ആ മനോഭാവങ്ങൾ ചെറുപ്പം മുതലേ നമ്മൾ ആർജിച്ചെടുക്കുക. ഒരിക്കലും വിവാഹം രണ്ടുപേര് തമ്മിലുള്ള കൂട്ടായ്മയാണ് എന്ന് പറയുമ്പോഴും ആ വ്യക്തിയായി തന്നെ ഇരിക്കുന്നത്. ജീവിത പങ്കാളിയെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും രൂപപ്പെടുത്തിയെടുക്കാം എന്ന് വിചാരിക്കുന്നിടത്താണ് ദാമ്പത്യം കലഹത്തിലാകുന്നത്. മറിച്ച് ജീവിത പങ്കാളിയെ ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുക. കുറവുകളുണ്ടാകും, പോരായ്മകൾ കാണും, നമ്മളുടെ സങ്കല്പത്തിന് ചേർന്ന വിധത്തിലായിരിക്കുകയല്ല ഒരുപക്ഷെ പങ്കാളിയുടെ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും. ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിച്ച് സ്നേഹിക്കുമ്പോഴാണ് ദാമ്പത്യം വിജയത്തിലേക്ക് നീങ്ങുക. അതുകൊണ്ട് ഡെൽവിൻ ചോദിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് പിരിഞ്ഞു പോകുന്നതല്ലേ എന്ന് ചോദിച്ചാൽ, വിവാഹത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹബന്ധം ദൈവം യോജിപ്പിച്ചതാണ്. അത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. ആ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിൽ ഏതെങ്കിലും വിധത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ബന്ധം യഥാർത്ഥത്തിൽ നടന്നില്ല എന്ന് സഭ പ്രഖ്യാപിക്കും. അല്ലാതെ ദൈവം യോജിപ്പിച്ച ഒരു വിവാഹ ബന്ധത്തെ വേർപെടുത്താൻ സഭയ്ക്ക് അധികാരമില്ല. അതാണ് സത്യം.